പണ്ട് പണ്ടൊരു രാജ്യത്ത് അതിസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. രാജകുമാരി ഭയങ്കര ദയാലുവും ആം, പല പല ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാതെ ഇരിക്കുകയും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവളുമായിരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. സമാധാനം. അങ്ങനെ ഒരു നാളിൽ രാജകുമാരി ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ രാജകുമാരിയുടെ മുത്തശ്ശി രാജകുമാരിക്ക് കൈമാറിയ ഒരു ലോക്കറ്റ് രാജകുമാരിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ചെടിക്കിടയിലേക്ക് വീണു. എത്ര നോക്കിയിട്ടും അത് കാണുന്നുണ്ടായിരുന്നില്ല. എന്റെ ലോക്കറ്റ് അതെവിടെ പോയി? അതെന്റെ മുത്തശ്ശിയുടെ ആയിരുന്നു. എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. മറ്റൊരിടത്ത് ഒരു ദയാലുവായ മന്ത്രവാദിനി ഒറ്റപ്പെടലിന്റെ വേദനയുമായി കഴിയുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു നാളിൽ മന്ത്രവാദിനിക്ക് മരച്ചുവട്ടിൽ നിന്നും ഒരു ലോക്കറ്റ് കളഞ്ഞു കിട്ടി. കണ്ടപാടെ അവർക്ക് മനസ്സിലായി അത് രാജകുടുംബത്തിൻ്റെതാണെന്ന്. ഇത് ആ രാജകുടുംബത്തിന്റെ അടയാളമാണല്ലോ. മറ്റേ തലത്തിൽ രാജകുമാരി ഭയങ്കര നിരാശവതിയായി നടക്കുകയാണ്. രാജകുമാരിക്ക് ഇപ്പോൾ തന്നെ ലോക്കറ്റ് തിരികെ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ രാജകുമാരി അത് തിരക്കി ഇറങ്ങി. എനിക്ക് പോയേ മതിയാകൂ. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ രാജകുമാരി നടന്ന് നടന്ന് ഒരു ചെറിയ കുടിലിന്റെ അടുത്തെത്തി. അത് നമ്മുടെ മന്ത്രവാദിനി അമ്മുമ്മയുടെ കുടിലായിരുന്നു. കണ്ടപാടെ മന്ത്രവാദിനി അമ്മുമ്മ ഇറങ്ങി വന്നു. എന്റെ ലോക്കറ്റ് നഷ്ടപ്പെട്ടു. അതിൽ രാജകീയ ചിഹ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടോ? ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ആ മൃഗത്തെ കീഴടക്കണം. അതെനിക്ക് വലിയ ശല്യമാണ്. അങ്ങനെ രാജകുമാരി ആ മൃഗവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധത്തിൽ രാജകുമാരി ജയിക്കുകയും ആ മൃഗത്തിന് ഒരുപാട് പഴിക്കേൽക്കുകയും ചെയ്തു. രാജകുമാരി അതിനെ അനുനയിപ്പിച്ചു. ഇനി ശല്യം ചെയ്യരുത്. ഒരു നല്ല ജീവിയായിരിക്കുക. മന്ത്രവാദിനിയെ ആ ജീവിയിൽ നിന്ന് രക്ഷിച്ച രാജകുമാരിക്ക് ഒരു ചെറിയ വിരുന്ന് മന്ത്രവാദിനി അമ്മമ്മ ഒരുക്കി. മോളെ, നന്ദി. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാണല്ലോ. അതെ മോളെ. രാജകുമാരിയുടെ നന്മയിൽ സംപ്രീതയായ മന്ത്രവാദിനി അമ്മമ്മ ലോക്കറ്റ് തിരികെ നൽകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ലോക്കറ്റ്. ഓ, എന്റെ നഷ്ടപ്പെട്ട ലോക്കറ്റ്. വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം. കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. അറോറ രാജകുമാരി കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. മന്ത്രവാദിനി അമ്മമ്മയുടെ നല്ല കാര്യങ്ങൾ അച്ഛനെയും മറ്റുള്ള കൊട്ടാരത്തിലെ മറ്റുള്ളവരെയും അറിയിച്ചു. പക്ഷെ എന്നാലും അവർക്കത് വളരെ അധികം വിശ്വാസമായില്ല. അല്ല അച്ഛാ, മോർവൻ എന്നെ സഹായിച്ചു. അവൾ ദയുള്ളവളാണ്. മോളെ, എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അച്ഛാ, ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. മോർവൻ ദുഷ്ടയല്ല. അവളുടെ പേര് വെറുതെ ചീത്തയാക്കിയതാണ്. അച്ഛൻ അവളെ. അങ്ങനെയിരിക്കെ ഗ്രാമത്തിൽ കൃഷിനാശം സംഭവിച്ചു. ചെടികളെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധി ഉടനീളം ബാധിച്ച് ചെടികളെല്ലാം നശിച്ചുപോയി. ക്ഷമിക്കേണ്ട, ഞങ്ങൾ ഒരു പരിഹാരം കണ്ടെത്തും. അതെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അങ്ങനെ രാജാവ് നല്ലപോലെ ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തു. അത് ഇതായിരുന്നു. എന്തായാലും ഞാൻ മന്ത്രവാദിനെ ഒന്ന് കണ്ടിട്ട് അവരുടെ സഹായം തേടാം. ഈ ഒരു അവസരത്തിൽ അവരെ അല്ലാതെ വേറെ ആരെയും ശരണം പ്രാപിക്കാൻ കഴിയില്ല. അങ്ങനെ രാജാവും രാജകുമാരിയും കൂടെ അവർ താമസിക്കുന്നിടത്തേക്ക് പോയി മോർവനെ കണ്ടു. നിങ്ങൾ ഞങ്ങളുടെ വിളകളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണം. അതെ, ദയവായി ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ മോർവൻ തന്റെ മാന്ത്രിക ലില്ലിയുമായി
വിളകളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു തുടങ്ങി. ദയവായി എല്ലാ വിളകളും ആരോഗ്യകരമാക്കുക. എന്റെ ലില്ലി ചന്ദ്രപ്രകാശവും തിളങ്ങുന്ന പ്രകാശവും ഒരു തിരമാല പോലെ പണ്ടയിലുടനീളം വ്യാപിക്കുന്നു. ഇത് കണ്ട രാജകുമാരിക്കും രാജാവിനും വളരെയധികം സന്തോഷമായി. അവർ മോർവിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സ്വാഗതം. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും? മന്ത്രവാദിനിയെ രാജാവിന്റെ ഉപദേഷ്ടാവാക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത ഉപദേഷ്ടാവ് ഈ മുത്തശ്ശിയായിരിക്കും. ഒരാളെ അവരുടെ പശ്ചാത്തലം വെച്ച് വിലയിരുത്തരുത്. വൃദ്ധ മന്ത്രവാദിനിയാണെങ്കിലും ദയയുള്ളവളാണ്. അങ്ങനെ ഈ മന്ത്രവാദിനി മുത്തശ്ശി ഒരുപാട് നാള് ഈ രാജ്യസദസ്സിൽ ഉപദേഷ്ടാവായി കഴിഞ്ഞു. ഇതൊന്ന് എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ? നമ്മൾ ഒരാളെ വിലയിരുത്തുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കുക.